നബി തങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ ശത്രുവിനാൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതോ ഒരു ശത്രു ഒളിഞ്ഞിരുന്ന് ഒരു അമ്പെയ്തു ഈ ചെറുപ്പക്കാരന്റെ നെഞ്ചിലേക്ക്. അവിടെ കിടന്ന് മരിക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും ഉറപ്പിച്ചു, സ്വർഗത്തിലേക്കുള്ള പോക്കാണിത്. ഹനീഅൻ ലഹു ബിൽ ജന്നഹ്, സ്വർഗത്തിലേക്കുള്ള പോക്കാണല്ലോ ഈ പോകുന്നത്, സ്വർഗത്തിലേക്കാണ്. സ്വഹാബിമാർ മുഴുവനും ആശീർവദിച്ചു. ഹനീഅൻ ലഹു ബിൽ ജന്നഹ്, സ്വർഗത്തിലേക്കുള്ള പോക്കാണിത്. നബി തങ്ങൾ പറഞ്ഞു, ഹുവ ഫിന്നാർ, നരകത്തിലാണല്ലോ ഇയാൾ, നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ കാരണം എന്നറിയോ? എന്തേ കാരണം? നരകത്തിലാണെന്ന് തങ്ങൾ പറയാൻ കാരണം സ്വഹാബികൾ ഉറപ്പിച്ചു. വരുന്നത് യുദ്ധത്തിൽ നിന്ന് ശത്രുവിനാൽ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ടതോ നബിതങ്ങളുടെ ഒട്ടകം നബിതങ്ങൾക്ക് ശരിപ്പെടുത്തി കൊടുത്തിരിക്കും, നബിതങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുക മരിച്ച ആള്. എന്നിട്ടും നരകത്തിലോ? എന്തു പറ്റി നബിയേ? എന്താണ് നബിയെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീ ശംലത്തിൻ ഗല്ലഹാ യൗമ ഖൈബർ, ഖൈബർ യുദ്ധം നടക്കുമ്പോൾ അന്ന് ഒരു മേൽവസ്ത്രം ഗനീമത്ത് സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഈ സഹാബി, ഈ ചെറുപ്പക്കാരൻ. ഒരു ഫീ ശംലത്തിൻ ഗല്ലഹാ, ഒരു വസ്ത്രം, ശംല എന്ന് പറഞ്ഞ ഒരു മേൽത്തട്ടം, ഇതുപോലെയുള്ള ഒരു തട്ടം യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്തിൽ നിന്ന് കിട്ടിയപ്പോൾ നബിയുടെ സമ്മതം വാങ്ങിക്കാതെ മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ ഓഹരി വെക്കപ്പെടേണ്ട ഈ സമ്പത്ത് ആരാരും അറിയാതെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ലതസ്തഇലു അലൈഹി നാറാ, ആ മോഷ്ടിച്ചെടുത്ത ആ വസ്ത്രം ഇയാളുടെ മേൽ തീയായി നരകമായി ആളിപ്പിടിച്ച് കയറുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മേൽത്തട്ടം. അപ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നത്, നബിയെ, ഏതോ ഒരു യുദ്ധത്തിൽ എന്റെ ചെരുപ്പിന്റെ 2 വാറുകൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഗനീമത്ത് സ്വത്തിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് നബിയെ, അത് തിരിച്ചു തരേണ്ടതുണ്ടോ? സമൂഹത്തിന്റെ പൊതുവായ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ, കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനയുടെ നേതാക്കന്മാർ, സ്ഥാപനങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ, നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാണ്, വലിയ സേവനമാണിത്. പക്ഷേ അതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ വീഴ്ച കൊണ്ട് ഒരു പൈസയെങ്കിലും കണക്കിൽപ്പെടാതെ പോയാൽ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ മറുപടി പറയേണ്ടി വരും. നബിയെ, എന്റെ കാലിലുള്ള ചെരുപ്പിന് പാകമുള്ള 2 വാറുകൾ ഞാൻ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തിൽ നിന്റെ കാലിന് പാകമുണ്ടപ്പോൾ എടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ നബിയെ, ഞാനത് മടക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ കാലിൽ തീ പടർന്നു പിടിക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ എന്ന് നബി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിൽ തീ പിടിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല നബിയെ. എന്താർത്ഥം അറിയോ? ആ ചെരുപ്പിന്റെ വാറ് തിരിച്ചു കൊടുക്കുക. മരിക്കണമെങ്കിൽ റാഹത്തായി മരിക്കണോ? സമ്പത്ത് ക്ലിയർ ചെയ്തോ? പിന്നെ എങ്ങനെ പെരുന്നാക്കൊക്കെ പുതിയ ചെരുപ്പ് കെട്ടുണ്ടോ ആൾക്കാർ? പെരുന്നാക്ക് പുതിയ ചെരുപ്പിടാൻ പേടിയല്ല ആൾക്കാർ. സുബ്ഹാനല്ലാഹ്, എവിടെയാ കൊണ്ടുപോയി വെക്കുക? 2 ചെരുപ്പിന്റെ വാറ്. അന്നത്തെ ചെരുപ്പ് എന്ന് പറഞ്ഞ മരമാണ്, മെതിയടി പോലെയുള്ള ചെരുപ്പ്. അതിന്റെ വാറ് എന്ന് പറഞ്ഞ ഒരു മരക്കുറ്റി. അതെടുത്തിട്ടാ നബിതങ്ങൾ, ഇത് തീയായിട്ട് കാലുമ കയറുന്നുണ്ട്, നിനക്കത് വേണോ? വേണ്ട നബിയെ, ഞാൻ തിരിച്ചു തരാം. മുസ്ലിമീങ്ങളുടേത് അവരവരുടെ സമ്മതമില്ലാതെ മോഷ്ടിച്ചെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ തീയാണ് കൊണ്ടുപോകുന്നത്. മരണനേരത്തെ കലിമ ചൊല്ലാനുള്ള ഭാഗ്യമാണ് നഷ്ടപ്പെടുന്നത്. സമ്പത്ത് ഭയങ്കര വിഷയമാണ്. ചെരുപ്പിന്റെ വാറ് തസ്തഇലു അലൈഹി നാറാ, തീ പിടിക്കും. ഫീ ശംലത്തിൻ ഗല്ലഹാ യൗമ ഖൈബർ, ഖൈബർ യുദ്ധം നടക്കുമ്പോൾ എടുത്ത ഒരു ഷാള് കാരണം അമ്പേറ്റ് മരിച്ച് ശത്രുവിനാൽ മരിച്ച നബിതങ്ങളുടെ ഖാദിം ഹുവ ഫിന്നാർ, നരകത്തിലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ അത്രയും കാലം, അല്ലാഹു നിശ്ചയിക്കുന്ന കാലം നരകത്തിൽ കടന്ന് പിന്നെ ഈമാനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തപ്പെടും എന്നല്ലാതെ ഈ തിന്മക്ക് തൗബ ചെയ്യാതെ മടങ്ങുകയും തിരിച്ചേൽപ്പിക്കാതെ പോവുകയും അതുകൊണ്ട് നരകം അർഹിക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സമ്പത്ത് ക്ലിയർ ചെയ്തോളൂ. പലിശ ഭക്ഷിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് സഹോദരങ്ങളെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്നല്ലാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണിത്. ശുദ്ധ ഖുർആൻ പറഞ്ഞു,
പലിശ തിന്നുന്നത്, അത് കൊടുക്കുന്നത്, വാങ്ങിക്കുന്നത് എല്ലാം അള്ളാഹുവിന്റെ വെറുപ്പാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, യുഹാരിബൂന അല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനോടും റസൂലിനോടും അവർ യുദ്ധം പ്രഖ്യാപിച്ചവരാ. 1000 കൊടുത്തിട്ട് 1500 ഇങ്ങോട്ട് വാങ്ങുന്നവർ, 1,00,000 കൊടുത്തിട്ട് 1,10,000 ഒരാഴ്ച കഴിയുമ്പോഴേക്ക്, ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇങ്ങനെ പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നത് ഹറാമാണ്. അല്ലാഹു തആല പൊറുക്കൂല. ഈജിപ്തിലെ കർദാസ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, ഈജിപ്തിലെ ജീസക്കടുത്ത്, അതായത് ഈജിപ്തിന്റെ പിരമിഡുകളുള്ള പ്രദേശമാണ് ജീസ. അവിടെ പലിശ ഇടപാട് നടത്തിയിരുന്ന ഒരു മനുഷ്യനെ ഖബറിലേക്ക് കൊണ്ടുവെക്കാൻ വന്നപ്പോ ഭീമാകാരിയായ സർപ്പം ഖബറിൽ ആ മനുഷ്യനെ കാത്തിരുന്നത് നമ്മുടെ ഉലമാ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ ജീസക്കടുത്തുള്ള കർദാസ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കാന ആകില റിബ, പലിശ ഭക്ഷിക്കുന്ന ആളായിരുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പലിശ ഏർപ്പാടുകൾ നിർത്തിവച്ചേക്കണം. പലിശ ഏർപ്പാടുകൾ നമുക്ക് ഹറാമാണ്. ഏത് രീതിയിലും ഹറാം തന്നെയാണല്ലോ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ശരീരത്തിന്റെ സമ്പത്തിന്റെ ഭാഗമായാൽ അള്ളാഹു ബറക്കത്ത് എടുത്തു കളയും. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, ലോൺ എടുത്ത് നമ്മുടെ നാട്ടിലെ ബാങ്കുകളൊക്കെ പലിശ കൊണ്ട് ഏർപ്പാട് ചെയ്യുന്ന ബാങ്കുകളാണ്, പലിശ ബാങ്കുകളാണ്. പണയം വെച്ച് എടുക്കുന്നത് ഹറാമിന്റെ പൈസയാണ്. സംശയമുണ്ടോ? ഇല്ല. നമ്മുടെ വാഹനം, ഓട്ടോ ലോൺ, ഒരു മനുഷ്യന് കാശ് കൊടുത്ത് ഫുൾ പേയ്മെന്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ഹലാലായ മാർഗമല്ലാത്തത്. ഒരു പുതിയ വാഹനം മേടിക്കാൻ ഫുൾ കാശ് ഇല്ല, സെക്കൻഡ് ഹാൻഡ് പകുതി കാശിൽ നീ വാങ്ങിച്ചോ, അതാ നിനക്ക് ഒരു പലിശയുടെ ഏർപ്പാട് ചെയ്യുന്നതിനേക്കാളും ഖൈർ. നിർബന്ധിതമായ അവസ്ഥയിലല്ലാതെ അള്ളാഹു പലിശ ഹലാലാക്കൂല. ഹലാലല്ല, അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്യൂല. ഒരു മനുഷ്യൻ അങ്ങേയറ്റം കുടുങ്ങി, ഹോസ്പിറ്റലിൽ കിടക്കാണ്, വാപ്പാക്ക് ഓപ്പറേഷനായി, 2 ലക്ഷം വേണം, 5 പൈസ കയ്യിലില്ല, ആരെ ചോദിച്ചു ഇവിടുന്ന് കിട്ടാനുമില്ല. അങ്ങനെ ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ പെട്ടെന്നൊരു പണയപ്പെടുത്തി പൈസ എടുത്തിട്ട് വാപ്പയുടെ ചികിത്സത്തിന് കൊടുത്തു. അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റുന്നൊരു കാരണമുണ്ടോ? റബ്ബ് പുറത്തു തന്നേക്കും. എന്നല്ലാതെ സൽക്കാരം വെക്കാൻ ലോൺ, കല്യാണം നടത്താൻ ലോൺ, വീടിന് പെയിന്റ് അടിക്കാൻ ലോൺ, വീട് വെക്കണമെങ്കിൽ സ്ഥലം പലിശക്ക്, വീട് വെക്കണമെങ്കിൽ സ്ഥലം മോർഗേജിൽ, സ്ഥലം ലോണിന് കൊടുത്തിരിക്കുകയാണ് ബാങ്കുകാരന്. എന്നിട്ട് അവര് 10 ലക്ഷം കൊടുത്തു. 10-15 കൊല്ലം കൊണ്ട് 20 ലക്ഷമായിട്ട് അടക്കണം. പച്ചയായ ഹറാം. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് പിന്നെ ഖൈർ ഉണ്ടാവുക? ആ ആളുകൾക്ക് എങ്ങനെയാണ് കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഏർപ്പാട് നമ്മൾ നിർത്തിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ കടുത്ത താക്കീത് നിങ്ങൾക്കുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അത്തരം ഏർപ്പാടുകൾ നമ്മുടെ മക്കൾക്ക് വേണ്ട, നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണ്ട, നമ്മുടെ ആദിഞ്ഞാല് പ്രദേശത്തോ പരിസര പ്രദേശത്തോ അല്ല മുസ്ലിം എവിടക്കുണ്ടോ അവരാർക്കും അത് വേണ്ട. പലിശയുടെ ഏർപ്പാട് ഖാത്തിമത്ത് അവസാനം മോശമായി പോവാൻ കാരണമാകുമെന്ന് ഉലമാ പഠിപ്പിച്ചിരിക്കുകയാണ്.